ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് മാത്സ് ആണ്. മാത്സിൽ 4 ഫണ്ടമെന്റൽസ്. ഓക്കെ, fundamental operations on whole numbers. ഇതാണ് നമ്മളുടെ ടോപ്പിക്ക്. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് 4 ഓപ്പറേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ വരുന്നത് ഡിവിഷൻ. അങ്ങനെ 4 എണ്ണം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതൊരു നമ്പറിൻ്റെ കൂടെയും സീറോനെ ആഡ് ചെയ്താൽ അതേ നമ്പറാണ് വരിക എന്ന് പഠിച്ചു. ഏതൊരു നമ്പറിൻ്റെ കൂടെയും മൾട്ടിപ്പിൾ ചെയ്താൽ, സീറോനെ മൾട്ടിപ്പിൾ ചെയ്താൽ ആ നമ്പർ അടക്കം 0 ആയിട്ട് മാറും. ഏതൊരു നമ്പറിൻ്റെ കൂടെയും സീറോനെ മൈനസ് ചെയ്താൽ അതേ നമ്പർ തന്നെ വരുള്ളൂ. ഏതൊരു നമ്പറിനെയും 0 വെച്ച് ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ ആൻസർ ഇൻഫിനിറ്റീവ് ആണ് വരിക, അല്ലെങ്കിൽ 0 എന്ന് നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇൻഫിനിറ്റീവ് പറഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ ഇല്ല എന്നതാണ് മീനിങ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. 4 ഓപ്പറേഷൻസ്, പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചു. അതേപോലെ 1ൻ്റെ കാര്യം പഠിച്ചു. ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ അതേ നമ്പർ തന്നെ വരുള്ളൂ. അതേപോലെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് തന്നെ വരുള്ളൂ. 1 കൊണ്ട് ആഡ് ചെയ്താൽ നെക്സ്റ്റ് നമ്പർ വരും. 1 കൊണ്ട് മൈനസ് ചെയ്തെങ്കിൽ പ്രീവിയസ് നമ്പർ വരും. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ 2 തൊട്ട് 6 വരെയുള്ള ഡിവിസിബിലിറ്റി റൂളായിരുന്നു. ഡിവിസിബിലിറ്റി റൂൾ ആണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി പഠിപ്പിക്കാൻ പോകുന്നത് ബാക്കിയുള്ളത് 7, 8, 9, 10, പിന്നെ 11 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 5 എണ്ണമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ട് പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, സോ 7ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ ഇത് കിഷാന് കിട്ടിയിട്ടുള്ള ക്ലാസ്സാണ്. എന്തായാലും ഒരു തവണയും കൂടി നന്നായി ശ്രദ്ധിച്ചോളൂ കേട്ടോ. സോ 7ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ. 7ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നമ്പർ നിങ്ങൾക്ക് തരികയാണെന്ന് വെച്ചോളൂ. അതിൻ്റെ ലാസ്റ്റ് നമ്പറിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇൻടു 2. എന്തുകൊണ്ടാണ് മൾട്ടിപ്പിൾ ചെയ്യുന്നത്? ഇൻടു 2 മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 6 ആണ് അല്ലേ. ഇനി ഈ 34ൻ്റെയും 6ൻ്റെയും ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് വെച്ചാൽ ജസ്റ്റ് മൈനസ് ചെയ്യുക. അപ്പം 34-ന്ന് 6നെ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 28 ആണ് അല്ലേ. മൈനസ് ചെയ്താൽ 28 അല്ലേ. ഈ കിട്ടുന്ന നമ്പർ, ഇവിടെ കിട്ടുന്ന നമ്പർ 7-ഓ 7ൻ്റെ മൾട്ടിപ്പിളോ അല്ലെങ്കിൽ 0 ട്ടാ ആണ് എങ്കിൽ ഈ പറയുന്ന 343 എന്ന് പറയുന്ന നമ്പർ തീർച്ചയായിട്ടും 7 കൊണ്ട് ഡിവിസിബിൾ ആവും. ഡിവിസിബിൾ പറഞ്ഞാൽ എന്താണ്? 7 കൊണ്ട് നമ്മൾ ഈ തന്നിരിക്കുന്ന നമ്പറിനെ ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 times 28 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 34-ന്ന് 28 പോയി കഴിഞ്ഞാൽ 6, പിന്നെ 3നെ നമ്മൾ ഇറക്കും. 9, 7, 63 മൈനസ് ചെയ്താൽ 0. ഡിവിസിബിലിറ്റി റൂള് ഞാൻ വീണ്ടും പറയാൻ കാരണം, ഇപ്പോൾ 7 കൊണ്ട് 343-നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. എങ്ങനെയാണ് പറയുന്നത്? ഇവിടെ ലാസ്റ്റ് നമ്പർ, ഇവിടെ കിട്ടുന്ന റിമൈൻഡർ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ ശിഷ്ടം, റിമൈൻഡർ എന്ന് പറയില്ലേ, അത് 0 ആണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ തന്നിരിക്കുന്ന നമ്പർ 7 കൊണ്ട് ഡിവൈഡ് ആവും. ഇത് നോർമലായിട്ട് നമ്മളിങ്ങനെ ചെയ്തു നോക്കും. നിങ്ങൾക്ക് ഡിവിസിബിൾ ആകുമോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നോർമലായിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്താലും മതി. ഇത് പറയുന്നത് ഷോർട്ട് കട്ടാണ്. ഈ മെത്തേഡ് ഷോർട്ട് കട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഒരു നമ്പർ തന്നു 28 എന്ന്, ഒരു നമ്പർ തന്നു 2 കൊണ്ട് ഡിവൈഡ് ആവുമോ ചോദിച്ചാൽ നിങ്ങൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ലാസ്റ്റ് നമ്പർ 0 ആണ് എങ്കിൽ ഓക്കെ എന്ന് ഇട്ടോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിന് പകരം നമ്മൾ സിമ്പിൾ വേ ആണ് പഠിച്ചത്. ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ നമ്പർ ആണെങ്കിൽ തീർച്ചയായിട്ടും 2 കൊണ്ട് ഡിവിസിബിൾ ആവും എന്ന്. ഓക്കെ, 7ൻ്റെ ഡിവിസിബിലിറ്റി റൂള് മനസ്സിലായോ? ഇനി ഞാൻ ഒരു നമ്പറും കൂടി പറയാം. 2807. ഇത് 7 കൊണ്ട് ഡിവിസിബിൾ ആവുമോ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യണം? അവസാനത്തെ നമ്പർ 1ൻ്റെ പ്ലേസിൽ വരുന്നില്ലേ, അതിനെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യും. അപ്പോൾ ആൻസർ 14 ആണ് കിട്ടുന്നത്. ഈ 14നെ കൊണ്ടുപോയിട്ട് 280-ന്ന് മാത്രം മൈനസ് ചെയ്യുക. 7നെ വിട്ടോളൂ, പിന്നെ 7 വേണ്ട. 280-ന്ന് മൈനസ് ചെയ്യുക.
അപ്പോൾ ഇവിടെ 10, ഇവിടെ 7 ആയിട്ട് മാറും. 10ന്ന് 4 പോയാൽ 6, 7ന്ന് 1 പോയാൽ 6, 2 അങ്ങനെ എടുത്ത് എഴുതി. ഇപ്പോൾ 766 എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ വലിയ നമ്പറാണ്. സോ നിങ്ങൾക്ക് 7 കൊണ്ട് ഡിവിസിബിൾ ആകുമോ ഇല്ലയോ എന്ന് അപ്പോഴും ഡൗട്ട് വരും. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യണം? ഒരു ലൈൻ കൂടി ലാസ്റ്റ് നമ്പറിൻ്റെ അടുത്ത് ഒരു ലൈൻ കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ 6നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി? 12. ഇനി ഈ സെക്ഷൻ വേണ്ട. ഇനി 12നെ കൊണ്ടുപോയി ഇവിടെ മൈനസ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 14 14 7ൻ്റെ ടേബിളിൽ വരുമോ അവന്തിക? വരും. അപ്പോൾ 7ൻ്റെ ടേബിളിൽ വരുന്ന നമ്പറാണ് ഇവിടെ വരുന്നുണ്ടെങ്കിൽ 7 കൊണ്ട് ഡിവിസിബിൾ ആവുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. വേണമെങ്കിൽ നോക്കൂ, 2807 ഡിവൈഡ് ബൈ 7 ചെയ്യുമ്പോൾ 28. 2ൽ 7 ഇല്ലല്ലോ, അപ്പോൾ 28 2 ഡിജിറ്റ് എടുക്കും. 28 4 തവണ വരുന്നുണ്ട്. വീണ്ടും 0 അതെടുത്തു. പിന്നെ വീണ്ടും 7 എടുക്കുന്നു. 0ന് 0 ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി 7 എടുക്കുന്നു ഒരു തവണ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? റിമൈൻഡർ എത്ര കിട്ടി? 0 കിട്ടി. ഓക്കെ, സോ ആൻസർ കറക്റ്റാണ്. ഇനി അടുത്തത് ഒരു നമ്പർ തരാം. കിഷാൻ, അവന്തിക രണ്ടുപേരും ചെയ്യുക, ആൻസർ പറയുക. 49 28 4928 ഈ 4928 7 കൊണ്ട് ഡിവിസിബിൾ ആവുമോ എന്ന് ഞാൻ പറഞ്ഞ മെത്തേഡിൽ നിങ്ങൾ ട്രൈ ചെയ്ത് പറഞ്ഞു. ഡിവൈഡ് ആവും അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ലാസ്റ്റ് നമ്പർ 8, അതിനെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു 16 വരുന്നു. 16നെ ഇതിന്ന് മൈനസ് ചെയ്യണം. പിന്നെ ഈ സെക്ഷൻ വേണ്ട. 12 ഇവിടെ 12 ആവും. 9 8 ആവും. 12ന്ന് 6 പോയാൽ 6, 8ന്ന് 1 പോയാൽ 7, 476 476. ഇനി ഈ 6നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യും. അപ്പോൾ 12 വരും. ഈ 12നെ മൈനസ് ചെയ്യൂ. അപ്പോൾ എത്ര വരും? 35. 35 പറഞ്ഞ നമ്പർ 7ൻ്റെ മൾട്ടിപ്പിളാണ്. മൾട്ടിപ്പിൾ പറഞ്ഞാൽ കിഷാന് മനസ്സിലായില്ലേ എന്താണെന്ന്? മൾട്ടിപ്പിൾ പറഞ്ഞാൽ അതിൻ്റെ 7ൻ്റെ ടേബിളിൽ വരുന്ന നമ്പർ. യെസ്, 1 7s are 7, 2 7s are 14, 28 21 28 35 ഇങ്ങനെയൊക്കെ വരില്ലേ? അതിൽ 35 ഉണ്ട്, അതാണ് ഈ നമ്പർ. ഓക്കെയാണ്. നെക്സ്റ്റ് ഒരു നമ്പർ കൂടി ട്രൈ ചെയ്യൂ. അപ്പോഴേ ടെസ്റ്റ് വെച്ചാൽ അവന്തികയ്ക്ക് 14 ഔട്ട് ഓഫ് 18 ആണ് കേട്ടോ മാർക്ക്. 4 എണ്ണം തെറ്റിയിട്ടുണ്ട്. അവന്തിക ഒന്ന് നോട്ട് ചെയ്തോളൂ ഏതൊക്കെയാണ് തെറ്റിയെന്ന് പറയാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 10 11 12. ക്വസ്റ്റ്യൻ നമ്പർ 2 10 11 12 ഈ 4 ക്വസ്റ്റ്യനും തെറ്റി. ബാക്കിയുള്ളതൊക്കെ ഓക്കെയാണ് കേട്ടോ. നീ കിഷാൻ്റെയും കൂടി പറയാം.
കിഷാന് വന്നിട്ട് 18-ൽ 11 മാർക്കാട്ടോ. 18-ൽ 11 മാർക്ക് കിഷാന്. ഏതൊക്കെയാണ് തെറ്റായെന്ന് പറയാം. 3, 6, 11, 12, 15, 16, 18. ഈ ക്വസ്റ്റ്യൻസൊക്കെ കിഷാൻ എന്ത് ചെയ്യണം? ഇത് അവന്തിക, ഇത് കിഷാൻ, രണ്ടുപേരും ഈ ക്വസ്റ്റ്യൻ വീണ്ടും നോക്കുക, വീണ്ടും ട്രൈ ചെയ്യുക, ആൻസർ ചെയ്യാൻ നോക്കുക കേട്ടോ. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസ് മാത്രം ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് കൊടുക്കുക. 2, 10, 11, 12 എന്ന് എഴുതിയിട്ട് വീണ്ടും ഒരു തവണയും കൂടി ട്രൈ ചെയ്ത് ആൻസർ എന്താണെന്ന് വ്യക്തമായിട്ട് എഴുതുക. അതേപോലെ തന്നെ കിഷാൻ 3, 6, 11, 12, 15, 16, 18 ഇതിൻ്റെയൊക്കെ നമ്പർ മാത്രം ഇട്ടിട്ട് ഇതിൻ്റെ ആൻസർ മാത്രം ഒരു തവണയും കൂടി നോക്കിയിട്ട് ആൻസർ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തരും കേട്ടോ. നിങ്ങൾ എവിടെയെങ്കിലും സ്പീഡായി ഓടിണ്ടാവും. കിഷാൻ എവിടേക്കാണ് ഓടിയത്? എന്താ പറയുക, സ്പീഡായിട്ടാണല്ലോ. നമ്മൾ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കേട്ടോ, ഇപ്പോൾ തന്നെ പറയണേ, എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സമയം കൂടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസിനെ ഒന്നും കൂടി നോക്കുക. എന്നിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ. എന്താ വെച്ചാൽ OMR ഷീറ്റിൽ നിങ്ങൾ ബബിൾ ചെയ്തിട്ടുണ്ടാവും, എന്നിട്ടും കാര്യമില്ല. സോ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യുമ്പോൾ തന്നെ വ്യക്തത വരുത്തുക. ഒന്നും കൂടി നോക്കിയിട്ട് ആൻസർ കറക്റ്റ് ആണെങ്കിൽ പോയിട്ട് ബബിൾ ചെയ്താൽ മതിയാവും കേട്ടോ. വരില്ല. ഓക്കെയാണ്. ആരാ പറഞ്ഞത്? കിഷാനാണോ അവന്തികയാണോ? ഞാൻ ആരാണ്? കിഷാൻ. ഓക്കെ, വരില്ല എന്ന് പറഞ്ഞു. അവന്തികക്ക് കിട്ടിയോ? കിട്ടി. എന്തായിരുന്നു ആൻസർ? എങ്ങനെ വന്നത്? എന്താ ലാസ്റ്റ് നമ്പർ വന്നത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത്? 35, 43, 21. 35, 43, 21. ഓക്കെ. സോ 35, 40, 43, 21. നോക്കൂ, ലാസ്റ്റ് നമ്പർ 1 ആണ്. അതിനെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യൂ. 2 വന്നു. -2 ചെയ്യൂ. അപ്പോൾ 2 2 പോയാൽ 0, ബാക്കിയുള്ള നമ്പറൊക്കെ അങ്ങനെ തന്നെ വരും. ഇനി 0നെ കൊണ്ട് 2നെ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് എന്ത് വരും? 0 തന്നെ വരും. സോ 0 ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്പർ 0 വന്ന് അതിനെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണമെങ്കിൽ ആ സ്റ്റെപ്പ് തന്നെ വിട്ടോളൂ, അടുത്ത നമ്പറിലേക്ക് ജമ്പ് ചെയ്തോളൂ കേട്ടോ. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ 7 നമ്മളിവിടെ ചെയ്തിട്ട് 7നെ നമ്മൾ ചെയ്തു അല്ലേ, 2 കൊണ്ട് 14 വന്നു. അപ്പോൾ പോയിട്ട് ഈ 0ത്തിന് വിടരുത് കേട്ടോ. ഈ 0ന്ന് ഈ 280 നമ്മൾ 14 മൈനസ് ചെയ്യണം. അപ്പോൾ ഡിജിറ്റ് മാറും, ഇവിടെ 6 ആയിട്ട് മാറി കേട്ടോ. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നോക്കൂ, മനസ്സിലായില്ലെങ്കിൽ കുട്ടികളെ ചോദിക്കണം എപ്പോഴും കേട്ടോ. മനസ്സിലായ പോലെ ഇരുന്നിട്ട് കാര്യമില്ല. നന്നായിട്ട് വീണ്ടും പറയാം, ഒരു തവണയും കൂടി പറയാം, നന്നായി ശ്രദ്ധിച്ചോളൂ. 35, 43, 21. ലാസ്റ്റ് നമ്പർ 1 ആണ്. അതിനെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യും. 2 കിട്ടി. -2 ചെയ്യൂ. സോ 3, 5, 4, 3, 0 എന്ന് കിട്ടും. വീണ്ടും ഈ 0നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 0 അല്ലേ വരിക. അത് നമ്മൾ പോയി മൈനസ് ചെയ്താലും അതേ നമ്പർ അല്ലേ വരിക. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുക. അപ്പോൾ 3, 5, 4, 3 എന്ന് കിട്ടി. ഇനി അടുത്തത് 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യൂ. 6നെ മൈനസ് ചെയ്യൂ. 48 വരും. 348. വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യൂ. 16 ആണ്. 16 പോയി കഴിഞ്ഞാൽ ഇവിടെ 18 ആണ് വരുന്നത്. 18 എന്ന് പറഞ്ഞ നമ്പർ 7ൻ്റെ മൾട്ടിപ്പിളിൽ വരുന്നില്ല. സോ ഈ പറയുന്ന നമ്പർ 7 കൊണ്ട് ഡിവിസിബിൾ ആവില്ല. ഇയാൾ ചെയ്തു നോക്കിയോ അവന്തിക? നീ ചെയ്തു നോക്കിയോ? എന്താ അവന്തിക ഒന്നും ചെയ്തില്ലേ? മനസ്സിലായില്ലേ പറഞ്ഞത്? മനസ്സിലായി. ആ,
ഓക്കെ, അപ്പോൾ ഇനി ഒരു അടുത്ത നമ്പർ അത് അവന്തിക വേണം, രണ്ടുപേരും ചെയ്യണം, ആൻസർ രണ്ടുപേരും പറയണം കേട്ടോ. ഞാൻ ഒരു നമ്പർ കൂടി തരാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. 57 63 07. കിട്ടിയാ? ഡിവിസിബിൾ ആകുമോ? ഇല്ല. ആരാ പറഞ്ഞ? കിഷാനാണോ? ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് 2 കിട്ടിയില്ലേ? 2 ഡിജിറ്റ് കിട്ടിയില്ലേ? അതെന്തായിരുന്നു കിട്ടിയത്? പറയൂ, ആൻസർ ചെയ്യൂ. കിഷാന് ലാസ്റ്റ് 2 ഡിജിറ്റ് എന്താ കിട്ടിയത്? അവന്തികയ്ക്ക് എന്ത് കിട്ടി? ലാസ്റ്റ് 2 ഡിജിറ്റ്. ഇങ്ങനെ ചെയ്തു വരുമ്പോൾ ഇവിടെ ലാസ്റ്റ് 2 ഡിജിറ്റ് കിട്ടില്ലേ? അതെന്താ കിട്ടിയത്? ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇവിടെ 18 കിട്ടിയ പോലെ, അതുപോലെ ഇവിടെ 28 കിട്ടിയ പോലെ. ഇപ്പം ഈ ക്വസ്റ്റ്യനിൽ എന്താ കിട്ടിയത് നിങ്ങൾക്ക്? അത് പറയൂ, നിങ്ങൾ ചെയ്തത് ശരിയാണോ നോക്കട്ടെ. എന്താ അവന്തികയ്ക്ക് കിട്ടിയത്? പറയൂ. എന്താ ചെയ്യാത്ത അവന്തിക? എന്താ ചെയ്യാത്ത? ചെയ്താലേ നമുക്ക് ആ സ്റ്റെപ്പ് മനസ്സിലാവുള്ളൂ, ചെയ്യാതിരുന്ന മനസ്സിലാവില്ലല്ലോ. ചെയ്യൂ, സമയം തരാം. ചെയ്യൂ, രണ്ടുപേരും ചെയ്യൂ, എന്നിട്ട് പറയൂ. 16 12. എത്ര കിട്ടിയത്? 16 2. ഓക്കെ, കിഷാന് 16 കിട്ടി. അവന്തിക ചെയ്യൂ, എന്നിട്ട് പറയൂ. കിഷാന് ഇനി ഒരു നമ്പറും കൂടി പറയാം കേട്ടോ. 2. ഈ നമ്പർ ഇത് കിഷാൻ ചെയ്ത് പറയണം. അത് കുഴപ്പമില്ല കിഷാൻ. 16, പിന്നെ വീണ്ടും നമ്മൾ 6നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യും അല്ലേ? മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 12 ആണ്. ആ 12നെ ഇതുകൊണ്ട് മൈനസ് ചെയ്യണം. മീൻസ് ഇത് നോക്കുമ്പോൾ 11 വരിക. പിന്നെന്താ 2 എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ലല്ലോ. ഓക്കെ, നോക്കാം. പറയാം. നീ ഈ ക്വസ്റ്റ്യൻ ചെയ്തോ, കിഷൻ ഈ ക്വസ്റ്റ്യൻ ചെയ്തോ. അവന്തിക പറയൂ, എന്ത് നമ്പറാ കിട്ടിയത്? 14 16. എന്റെ ക്യാമറ ഓൺ ചെയ്തിട്ടില്ലല്ലോ. കാണുന്നുണ്ടോ സ്ക്രീന്? 57 63 എന്നൊക്കെ എഴുതിയ സ്ക്രീൻ കാണുന്നുണ്ടോ? ഇനി നോക്കൂ. ഇനി 7നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു, 14 കിട്ടി. ആ 14നെ ഇവിടെ കാണിച്ചത്. $57 63 07. ലാസ്റ്റ് നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 14 കിട്ടി. ആ 14നെ ഇവിടെ മൈനസ് ചെയ്യുന്നു. ഇവിടെ 16, ഇവിടെ 6 7 5. വീണ്ടും 6നെ ഇവിടെ 1 ഉണ്ട് കേട്ടോ. 6നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു, 12 കിട്ടും. 12നെ മൈനസ് ചെയ്യണം. ഇവിടെ 9, ഇവിടെ 5 ആയിരിക്കും, ഇവിടെ 11 ആയിരിക്കും. 11ന് 2 പോയാൽ 9, 5ന് 1 പോയാൽ 4, ഇവിടെ 7 5. വീണ്ടും 9നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക, 18 കിട്ടും. 18നെ മൈനസ് ചെയ്യണം.
ഇവിടെ 4-ന്ന് 8 പോവില്ല. അപ്പോൾ 7-ന്ന് കടം മേടിക്കണം. 7 6 മാറും, 4 14 മാറും. 14-ന്ന് 8 പോയി കഴിഞ്ഞാൽ 6, 6-ന്ന് 1 പോയി കഴിഞ്ഞാൽ 5, വീണ്ടും 556 വരുന്നത്. വീണ്ടും 6-നെ എടുക്കുക, 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 12, 12-നെ മൈനസ് ചെയ്യുക. എനിക്ക് കിട്ടുന്നത് 43. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പറഞ്ഞ 14 കിട്ടിയത്? ശരി, നോക്കാം. 43 ഇൻറ്റു 2 ചെയ്താൽ 6 വരിക. 6 ഡിഫറൻസ് എടുക്കുമ്പോൾ 2 വരുന്നത്. അപ്പോഴേ കിഷാൻ പറഞ്ഞ പോലെ 2 വരുന്നത്. എങ്ങനെയാണ് കിട്ടിയത്? അവന്തികയ്ക്ക് എന്താ കിട്ടിയത്? നോർമൽ മെത്തേഡിൽ ചെയ്തോ? ഇതിനെ 7 കൊണ്ട് നോർമൽ മെത്തേഡിൽ ചെയ്തോ? ആൻസർ ചെയ്യുമോ അവന്തിക? 14-ഉം 16-ഉം. 14-ഉം 16-ഉം അതെങ്ങനെ വന്നു? എനിക്കത് ഫോട്ടോ അയച്ചു തരണം കേട്ടോ. അതെങ്ങനെ വന്ന് നിങ്ങൾ ചെയ്ത മെത്തേഡ് എങ്ങനെയാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. ഫോട്ടോ ക്ലാസ് കഴിഞ്ഞിട്ട് അതൊന്ന് ഫോട്ടോ അയച്ചു തരും. ഈ കാര്യം മനസ്സിലാവുന്നുണ്ടോ അവന്തികയ്ക്ക് ഞാൻ പറയുന്ന കാര്യം? പറയണം, അപ്പൊ വീണ്ടും ഞാൻ പറഞ്ഞു തരും. അറിഞ്ഞില്ല എങ്കിൽ, മനസ്സിലായില്ല എങ്കിൽ മനസ്സിലായില്ല മിസ്സേ പറഞ്ഞെങ്കിൽ ഞാൻ വീണ്ടും ചെയ്ത് കാണിച്ചു തരും. അല്ലാതെ മനസ്സിലായ പോലെ ഇരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വേറെ ആരും ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനില്ല. സോ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, അപ്പം ഞാൻ വീണ്ടും പറഞ്ഞുതരും. എനിക്ക് പ്രശ്നമൊന്നും ഇല്ല കേട്ടോ, എത്ര തവണ വേണമെങ്കിലും പറഞ്ഞുതരും. എനിക്ക് ആ കാര്യം മനസ്സിലാവണം, അത്രയേ ഉള്ളൂ എനിക്ക്. സോ വീണ്ടും പറയാം, 7-നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 14 വരിക. ഇവിടെ 16 ഇവിടെ 6, 7, 5 എന്നാണ് കിട്ടുക. വീണ്ടും ലാസ്റ്റ് ഡിജിറ്റിനെ 2 കൊണ്ട് 12 വരിക. മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ 9, ഇവിടെ 4, ഇവിടെ 3 കിട്ടും. 5, 7 ഇങ്ങനെയാണ് വരിക. വീണ്ടും 2 കൊണ്ട് 18, 6, 5. അയ്യോ, അപ്പോഴേ ഈ നമ്പർ അല്ലല്ലോ കിട്ടിയത് അല്ലേ? 2, 10, 45. ഓക്കെ, 45 എന്തായാലും 7-ന്റെ മൾട്ടിപ്പിൾ അല്ല. സോ ഈ നമ്പർ വിസിബിൾ ആവില്ല. ഓക്കെ, ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കറുപ്പുവശം. ഓക്കെ, നെക്സ്റ്റ് ഒരു പേജ് കൂടി ഞാൻ എടുക്കാം. അവിടെ എന്തോ മേളം ഉണ്ടല്ലോ. എന്താണ് അവന്തിക അവിടെ പ്രശ്നം? എന്തോ അവിടെ പ്രശ്നം ഉണ്ടല്ലോ. അമ്മേന്റെ കൂടെ അടിയുന്ന മോനോ ചെറുതോ? നീ അവനായിട്ട് ഫൈറ്റ് ഒക്കെ ഇടുവോ? ആദ്യം ഓനെ ശല്യപ്പെടുത്തുക. ചെറിയ കുട്ടിയല്ലേ, ക്ഷമിച്ചു പോണം കേട്ടോ. ഓക്കെ, അപ്പൊ ഒരുവിധം മനസ്സിലായോ കാര്യങ്ങള് ഞാൻ പറഞ്ഞു തന്നത്? നെക്സ്റ്റ് പോട്ടെ. കിഷാൻ എന്താ പറയണു? ഓക്കെ അല്ലേ? നമ്മൾ പഠിക്കാൻ തോനെ ഉണ്ട് നമുക്ക് കേട്ടോ. ഒന്നൊന്നും ആയിട്ടില്ല, നമ്മൾ കുറച്ച് ക്ലാസ്സിലേ ആയിട്ടുള്ളൂ. ഞാൻ പതിയെ പോകുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങൾ ബേസ് ആണ് ഇപ്പോൾ പഠിച്ചു വരുന്നത്, അത് കാരണം. ഇനി 8-ന്റെ ഡിവിസിബിലിറ്റി റൂളാണ് പഠിക്കാൻ പോണത്. ഡിവിസിബിലിറ്റി റൂൾ. റൂൾ ഓഫ് 8. അപ്പൊ നോക്കൂ, 8-ന്റെ ഡിവിസിബിലിറ്റി റൂൾ അറിയണമെങ്കിൽ ഒരു നമ്പർ തന്നിട്ടുണ്ടെന്ന് വെച്ചോളൂ. ഫോർ എക്സാമ്പിൾ 4, 3, 4, 3, 2, 8 എന്നൊരു നമ്പർ തന്നിട്ടുണ്ടെന്ന് വെച്ചോളൂ. ഇതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് 3 ഡിജിറ്റ് മാത്രം എടുത്തിട്ട് 8 കൊണ്ട് ഡിവിസിബിൾ ആവുമോ നോക്കിയാൽ മാത്രം മതി. 4 തവണ 32, ബാലൻസ് 0, 8-നെ ഇറക്കി 1 തവണ 8, കഴിഞ്ഞു. 0 വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഫുൾ നമ്പറും 8 കൊണ്ട് ഡിവിസിബിൾ ആവും. സോ 8-ന്റെ ഡിവിസിബിലിറ്റി നോക്കണമെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ് നോക്കിയാൽ മതി. 4-ന്റെ ഡിവിസിബിലിറ്റി നോക്കണമെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കിയാൽ മതി. 2-ന്റെ ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, മനസ്സിലായില്ലേ?
മനസ്സിലായോ ആ കിഷാൻ? ഇനി അടുത്തത് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 9. ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 9. ഒരു നമ്പർ തരുന്നുണ്ട് നിങ്ങൾക്ക്. ഇങ്ങനെ ഒരു നമ്പർ തരുന്നുണ്ട്. ഈ നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ ആവോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ 3 കൊണ്ട് ചെയ്തില്ലേ? 3ന് എന്ത് ചെയ്തു? എല്ലാ ഡിജിറ്റിനെയും ആഡ് ചെയ്തു, എല്ലാ അക്കങ്ങളിനെയും ആഡ് ചെയ്ത് നോക്കി അല്ലേ? എല്ലാത്തിനെയും ആഡ് ചെയ്ത് വരുന്ന നമ്പർ 9ഓ 9ന്റെ മൾട്ടിപ്പിളോ ആണ് എങ്കിൽ ആ നമ്പർ തീർച്ചയായിട്ടും നമുക്ക് 9 കൊണ്ട് ഡിവിസിബിൾ ആകുമെന്ന് പറഞ്ഞു. അല്ല, 3 കൊണ്ട് ഡിവിസിബിൾ ആകുമെന്ന് നോക്കൂ. 3ന്റെ ഡിവിസിബിലിറ്റി റൂള് എല്ലാ അക്കങ്ങളെയും ആഡ് ചെയ്ത് കിട്ടുന്ന നമ്പർ 3 കൊണ്ട് ഡിവിസിബിൾ ആവുകയാണെങ്കിൽ ആ ഫുൾ നമ്പറും ആവുമെന്ന് പഠിച്ച പോലെ ഇവിടെ 9 കൊണ്ടാണ് നമ്മൾ നോക്കേണ്ടത്. ആ, അപ്പൊ ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. 9 + 6 15 + 3 18. 18ഉം 9ഉം. അവന്തിക ഒന്ന് മ്യൂട്ട് ആക്കിക്കോളൂ. ഡൗട്ട് ഉള്ളപ്പോൾ മാത്രം അൺമ്യൂട്ട് ആക്കിക്കോളൂ. സോ 9 + 6 15, 15 + 3 18, 18ഉം 9ഉം 27, 27ഉം 4 31, 31 + 5 36 ആണ് വരുന്നത്. ഈ 36 എന്ന് പറഞ്ഞ സംഖ്യ 9ന്റെ മൾട്ടിപ്പിളാണ് അല്ലേ? 4 9 4 9s are 36 കിട്ടുന്നില്ലേ? അപ്പൊ തീർച്ചയായിട്ടും 963945 പറഞ്ഞ നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ ആവും. ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ. ഇനി 8ന് കുറച്ച് നമ്പേഴ്സ് തരാം, നിങ്ങൾ അത് ചെയ്ത് പറയണം കേട്ടോ. 85536 ഈ നമ്പർ 8 കൊണ്ട് ഡിവിസിബിൾ ആകുമോ എന്ന് പറയൂ. ആവും. ലാസ്റ്റ് 3 ഡിജിറ്റ് ആണോ എടുത്ത് നോക്കിയത്? 536. 8 കൊണ്ട് ഡിവിസിബിൾ ആവുമോ നോക്കണം. 6 8 48, 56 വരുന്നു. 7 8 56. സൂപ്പർ അവന്തിക. കിഷാൻ പറയൂ, ആവോ? ആ യെസ്. അടുത്ത നമ്പർ പറയട്ടെ. ഈ ഒരു സംഖ്യ ഇത് പറയൂ. ഈ നമ്പർ 8 കൊണ്ട് ഡിവിസിബിൾ ആവുമോ? ആവൂലേ? ലാസ്റ്റ് 3 ഡിജിറ്റ് 240 ആണല്ലോ. 8 കൊണ്ട് ഡിവിസിബിൾ ചെയ്ത് നോക്കൂ. ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കൂ. കിഷാൻ ആവോ? കിഷാൻ എന്താ ഒന്നും മിണ്ടാത്തത്? ആവും. അവന്തിക ഒന്നുകൂടി ഡിവിസിബിൾ ചെയ്ത് നോക്കൂ. 240നെ 8 കൊണ്ട് ചെയ്യൂ. എത്രയാ വരിക? കോഷ്യന്റ് എത്രയാ വരിക? ഇവിടെ എത്രയാ വരിക? ചെയ്യൂട്ടാ, വെറുതെ ഇരിക്കല്ലേ, ചെയ്യണേ, വർക്കൗട്ട് ചെയ്യണേ.
പറയേ അവന്തിക. ആവും. ആവും. ഇവിടെ കോഷ്യന്റ് എന്താ വന്ന്? 240 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യന്റ് എന്താ വന്ന്? ഡിവൈഡ് ചെയ്യാൻ അറിയില്ലേ അവന്തികയ്ക്ക്? 0. അറിയാം. അറിയാം. അപ്പോൾ 240നെ 8 കൊണ്ട് ഡിവിസിബിൾ ചെയ്യുമ്പോൾ കോഷ്യന്റിന്റെ ഭാഗത്ത് എന്താ വന്ന്? ഇവിടെ എന്താ വന്ന്? 3 മാത്രമാണോ? 3 8s are 24 കൂടി കഴിഞ്ഞില്ലേ? അപ്പോൾ ഈ 0 എന്തായി? 0ത്തിന് എന്ത് ചെയ്തു? ഇവിടെ ഇട്ട് കൊടുക്കണം. സോ 30 ആണ് വരിക. ഓക്കെ. സോ ഡിവിസിബിൾ ആവുന്നത് കാരണം ഈ ഹോൾ നമ്പറും 8 കൊണ്ട് ഡിവിസിബിൾ ആവും. ഇനി 9ന്റെ ഡിവിസിബിലിറ്റി റൂൾ നോക്കാം. ജസ്റ്റ് ഞാൻ നമ്പേഴ്സ് എഴുതി തരാം, നിങ്ങൾ നോക്കിയിട്ട് പറയണം. എന്ത് ചെയ്യണം? എല്ലാ അക്കങ്ങളെയും ആഡ് ചെയ്തിട്ട് 9 കൊണ്ട് ഡിവിസിബിൾ ആവുന്നുണ്ടോ നോക്കുക, അല്ലെങ്കിൽ 9ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക. ആണെങ്കിൽ അത് 9 കൊണ്ട് ഡിവിസിബിൾ ആവും, ഇല്ലെങ്കിൽ ഇല്ല. വേഗം പറയണേ. ആവു. ഓക്കെ. സോ നോക്കാം. 4 + 5 + 3 + 6 + 4 ഇതിന് എളുപ്പ മെത്തേഡ് എന്താണെന്നറിയോ? നിങ്ങളെല്ലാം കൂടി ആഡ് ചെയ്യുന്നതിന് പകരം 9ന്റെ മൾട്ടിപ്പിൾ കണ്ടു എന്ന് വെച്ചോളൂ. അതിനെ അപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം? ഇതാക്കി ക്യാൻസൽ ചെയ്യാം. സോ 4 + 5 എത്രയാണ്? 9. അത് പോയി. 3 + 6 9 ആണ്. 4 + 5 9 ആണ്. സോ ഇത് 9 കൊണ്ട് ഡിവിസിബിൾ ആവും. 9 കൊണ്ട് ഡിവിസിബിൾ ആവും എന്ന് പറയാം. ഇതെന്ത് കാരണം മിസ് ഇത്ര പെട്ടെന്ന് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം 9ന്റെ മൾട്ടിപ്പിളൊക്കെ ഉണ്ടല്ലോ. 9ന്റെ മൾട്ടിപ്പിളോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ ആഡ് ചെയ്താൽ 9 ആണ്, ഇതിനെ ആഡ് ചെയ്താൽ 9 ആണ്. ഓക്കെ. ഏതൊരു 9ന്റെ മൾട്ടിപ്പിൾ എടുത്താലും അത് തമ്മിൽ ആഡ് ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 9 ആണ് വരിക. ബാക്കി ഏതൊരു നമ്പറിനും ഇങ്ങനെ വരില്ല കേട്ടോ. ഇതിന് മാത്രമാണ് ഇങ്ങനെ വരിക. 3ക്ക് 3 വരും, 9ന് 9 വരും, ബാക്കിയുള്ളതിനൊന്നും വരില്ല. ഇപ്പോൾ 3ൻ്റെ നോക്കാം. 3 പിന്നെ അടുത്ത നമ്പർ 6 3ൻ്റെ മൾട്ടിപ്പിളാണ്. മീൻസ് ആഡ് ചെയ്ത 3 വരുന്നല്ല, 3ക്ക് വരില്ല, വേണ്ട വിട്ടോളൂ. 9 മാത്രമാണ് ഈ പോസിബിൾ. കറക്റ്റ് പോസിബിൾ ആവുന്നത് ഇതാണ്. 9ൻ്റെ മൾട്ടിപ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞു എങ്കിൽ ആദ്യം 0 9 ആണ്. 0 + 9 9 ആണ് വരിക. 8 + 1 9, 2 + 7 9, 3 + 6 9. പിന്നെ നെക്സ്റ്റ് നമ്പർ എന്താ? 45 പ്ലസ് ചെയ്യുമ്പോൾ 9. സോ ഇങ്ങനത്തെ നമ്പറൊക്കെ നിങ്ങൾക്ക് ഇവിടെ കണ്ടുവെങ്കിൽ അതൊക്കെ അപ്പം തന്നെ അടിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി അടുത്ത ഒരു നമ്പറും കൂടി എഴുതാം. ഇതിൻ്റെ ആൻസർ പറയൂ. ഇത് 9 കൊണ്ട് ഡിവിസിബിൾ ആവുമോ? എങ്ങനെ പറയണ? ആഡ് ചെയ്തോ? ആഡ് ചെയ്ത അവസാനത്തെ വാല്യൂ എന്താ കിട്ടി? ആഡ് ചെയ്ത് വന്നപ്പോൾ അവസാനത്തെ വാല്യൂ എന്താ കിട്ടിയത്? ഞാൻ 9ന്റെ ടാബിലുള്ള നോക്കിയിട്ടാണ്.
എണീച്ചു പോയോ ഇടയ്ക്ക്? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആ പിന്നെന്ത് പറ്റി? ആണോ? ശരി, ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കേട്ടാ. അവന്തിക, രണ്ടുപേരും വീഡിയോ ഓൺ ചെയ്യൂ. രണ്ടുപേർക്കും എന്റെ ക്യാമറ ബാക്കൗട്ടായി. അതെന്ത് പറ്റി? ജിഷാൻ, ക്യാമറ എന്താ വർക്കാവാത്തത്? ശരി, അപ്പോൾ ഈ പറഞ്ഞ ഡിവിസിബിലിറ്റി റൂള് 10 ആണ് നമ്മൾ നോക്കേണ്ടത്. സോ ലാസ്റ്റ് നമ്പർ 0 ആണെങ്കിൽ മാത്രമാണ് 10 കൊണ്ട് ഡിവിസിബിൾ ആവുള്ളൂ. ഇനി പറയൂ, 5ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താ കിഷാൻ? ഇപ്പൊ പറയൂ, 5ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താ കിഷാൻ? കിട്ടുന്നില്ല. 5ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താ? കിട്ടുന്നില്ല എന്ന് പറഞ്ഞാ എടാ നമ്മള് കുറച്ച് നേരം മുന്നിൽ പഠിച്ചില്ലേ? നോക്ക് കാണിച്ചു തരാം. ഈ സ്ക്രീൻ കാണുന്നുണ്ടോ നിങ്ങക്ക്? ഒരു മിനിറ്റ്. ഇതില് പഠിച്ചില്ലേ? ഇതില് 5ന്റെ ഡിവിസിബിലിറ്റി റൂൾ നോക്കൂ. എന്താ ചെയ്ത് നമ്മള് എപ്പോഴൊക്കെ വന്നത്? ലാസ്റ്റ് 0 അല്ലെങ്കിൽ 5 വന്നു എങ്കിൽ ഡിവിസിബിലിറ്റി റൂള് 5ന്റെ സക്സസ് ആണെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ ഓർമ്മ വന്നോ? അപ്പോൾ 10ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത് ലാസ്റ്റ് നമ്പർ 0 ആവണം. ഓക്കെ, സോ മിസ്സേ കിട്ടുന്നില്ല.